ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ RSSന് അടിത്തറയുള്ള ഒരു പ്രദേശമാണ് കേരളം. 22 മണ്ഡലങ്ങളിൽ BJPക്ക് 20 മുതൽ 35% വരെ വോട്ട് ലഭിച്ചിട്ടുള്ള മണ്ഡലങ്ങളുണ്ട്. മുസ്ലിം ലീഗ് 10 വർഷത്തിൽ കൂടുതൽ ഷാജി പറഞ്ഞതുപോലെ ഇനി വെയിൽ കൊള്ളാനുണ്ടാകില്ല. സ്വാഭാവികമായിട്ട് അവരെ ഇടതുപക്ഷത്തേക്ക് പോകും. 7 ജില്ലകളിൽ കോൺഗ്രസ് വലിയ വിജയം നേടും. ഈ ജില്ലകളിലൊക്കെ കോൺഗ്രസ് സമ്പൂർണ്ണ ആധിപത്യമായിരിക്കും. P ചന്ദ്രശേഖരൻ ഉണ്ടായതുപോലെ ഒരു അറ്റാക്ക് ഇനി നടക്കില്ല. സുധാകരൻ റിവോൾട്ട് ചെയ്തത് ബേസിക്കലി ആശയപരമല്ല, അദ്ദേഹത്തിനുണ്ടായ ഈഗോ പ്രശ്നം തന്നെയാണ്. BJPയുടെ വളർച്ചയ്ക്ക് NSSും SNDPയുടെ നേതൃത്വം ഒരുപക്ഷെ 2015 മുമ്പുള്ള കാലഘട്ടത്തിൽ ഒരു പരിധിവരെ ബ്ലോക്ക് ചെയ്തിരുന്നു എന്നുള്ളതാണ്. NSS എല്ലാ കാലഘട്ടം നേതൃത്വം BJPക്ക് എതിരാണ്. കേരളത്തിൽ BJPക്ക് ഒരു കൺസിഡറബിൾ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. ഒരു 12% വരെ ഉണ്ടായിരുന്നു ഒരു ഡെക്കേഡ് മുന്നേ. അതിനുശേഷം ഗ്രോത്ത് ഏതാണ്ട് സ്റ്റാഗ്നൻ്റ് ആയിരിക്കുകയായിരുന്നു ഏറെക്കാലം. എന്താണ് കേരളത്തിൽ BJP ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ വെല്ലുവിളി? അതിനൊരു ഉപചോദ്യം കൂടിയുണ്ട്. NSSും SNDP മാതിരിയുള്ള സംഘടനകൾ വളരെ ശക്തമായി നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ഈ സംഘടനകളാണോ BJPയുടെ ഒരു ഗ്രോത്തിനെ കേരളത്തിൽ ഒരു അളവ് വരെ തടയുന്നത്? BJPയുടെ വളർച്ചയ്ക്ക് ഒരു പ്രധാന കാരണം എനിക്ക് തോന്നുന്നു സംഘടനയുടെ ദൗർബല്യം മാത്രമല്ല. കാരണം സംഘടനയ്ക്ക് അതിനുള്ള സാഹചര്യം ഒരുങ്ങുന്നില്ല എന്നാണ്. എല്ലാ സംഘടനയും പോലെ രാഷ്ട്രീയ പാർട്ടികൾ എപ്പോഴും അധികാരത്തിനടുത്ത് വരികയോ അല്ലെങ്കിൽ മുഖ്യ പ്രതിപക്ഷമാകുകയും ചെയ്യണം. കേരളത്തിൽ BJP നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം അത് മുഖ്യ പ്രതിപക്ഷവുമല്ല, മുഖ്യ ഭരണപക്ഷവുമല്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം നമുക്കറിയാം, കേരളത്തിലെ ഒരു ഗ്രാമീണ മേഖലയിൽ ചെന്ന് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സഹകരണ പ്രസ്ഥാനങ്ങൾ തുടങ്ങിയിട്ട് ഒരുപാട് എല്ലാ മേഖലയും സംഘടിതരായിട്ടുള്ള സംഘടനാപരമായിട്ട് ബന്ധങ്ങളുള്ളവരാണ്. അപ്പോൾ നമ്മൾ ഒരു ഭരണത്തിലോ അല്ലെങ്കിൽ അടുത്ത വർഷം 5 വർഷത്തിലേക്ക് ഭരണം മാറുന്നതുകൊണ്ട് കേരളത്തിൽ ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ല. അങ്ങനെ ഒരു ചാൻസ് ഇല്ലാത്ത പാർട്ടിയിലേക്ക് ആരും വരില്ല. ആശയപരമായി അടുപ്പമുള്ളവരുണ്ടാവാം. അപ്പോൾ BJP നേരിട്ട പ്രധാന പ്രശ്നം അതിന് മുഖ്യ പ്രതിപക്ഷവും ആകാൻ കഴിയാത്തതും മുഖ്യ ഭരണപക്ഷമാകാൻ കഴിയാത്തതാണ്. കേരളത്തിലെ ബൈപോളർ പൊളിറ്റിക്സാണ് ഒരു പ്രധാന കാരണം. അത് ഈ പൊളിറ്റിക്സ് ഇന്ന് ബൈപോളർ പൊളിറ്റിക്സ് കേരളത്തിൽ ഡിക്ലൈൻ ചെയ്യുന്നു എന്ന് ഞാൻ പറയാൻ കാരണം അതിന് ആശയപരമായിട്ട് അഖിലേന്ത്യാ തലത്തിൽ അത് ഒന്നാകുകയും മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഒന്നായി നിൽക്കുന്നു. അപ്പോൾ ജനങ്ങൾ തിരിച്ചറിയും. ഇപ്പോൾ നാഗർകോവിലിൽ അല്ലെങ്കിൽ തൊട്ട് കേരളത്തിൻ്റെ പാഠശാലയ്ക്ക് തൊട്ടപ്പുറത്തെ വിളവങ്കോട് മണ്ഡലത്തിൽ ചെല്ലുമ്പോൾ CPMും കോൺഗ്രസും DMKയും ഒന്നിച്ചാണ് നിൽക്കുന്നത്, മുസ്ലിം ലീഗൊക്കെ ഒന്നിച്ച് നിൽക്കുന്നു. അതൊരു പ്രധാന ഫാക്ടറാണ്. അപ്പോൾ അതുകൊണ്ട് കേരളത്തിൽ BJP നേരിട്ട പ്രധാന പ്രശ്നം ആശയരംഗത്ത് ശക്തമായ അടിത്തറയുള്ള ലക്ഷക്കണക്കിന് വർക്കേഴ്സുണ്ട്. പക്ഷേ ഒരു മാസ് ആയിട്ടത് മാറുന്നില്ല. കേരളത്തിലെ ഓരോ ഗ്രാമപ്രദേശത്തും RSSന് വേരുകളുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ RSSന് അടിത്തറയുള്ള ഒരു പ്രദേശമാണ് കേരളം. പക്ഷേ അത് പൊളിറ്റിക്കലായിട്ട് കൺവേർട്ട് ചെയ്യില്ല, വോട്ടായിട്ട് കൺവേർട്ട് ചെയ്യില്ല. പലപ്പോഴും പല മണ്ഡലങ്ങളിലും BJP അനുഭാവികളും BJP വർക്കേഴ്സ് പോലും ഇലക്ഷനിൽ ഫൈനൽ ചോയ്സ് വരുമ്പോഴത്തേക്കും മുഖ്യ ശത്രുവിനെ നേരിടാൻ രണ്ടാമത്തെ ശത്രുവിന് വോട്ട് കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടാവും. അപ്പം ഈ ഒരു പൊളിറ്റിക്കൽ റിയാലിറ്റി അത് നമ്മളെപ്പോഴും ഒരു കേരളത്തിൻ്റെ ഒരു അന്തരീക്ഷവുമായി ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. അത് താങ്കൾ നേരത്തെ പറഞ്ഞ് വിന്നബിലിറ്റി ഇല്ലാത്തതുകൊണ്ട് മാത്രം. അതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ആളുകൾ വരുന്നത്. ഇപ്പം ഉദാഹരണത്തിന് ഈ BJP കേരളത്തിൽ മുന്നേറുന്നാൽ പല ആളുകളും വരാം. മറ്റ് പല സംസ്ഥാനങ്ങളിൽ എങ്ങനെ ഉണ്ടായത്? ഇപ്പോൾ പശ്ചിമ ബംഗാളിൽ 2011 തെരഞ്ഞെടുപ്പ് BJPക്ക് ലഭിച്ചത് 3 സീറ്റാണ്, 10%, 10.6%. 2016 BJPക്ക് വീണ്ടും 3 സീറ്റ് ലഭിച്ചു, 10.8% വോട്ട് ലഭിച്ചു. പക്ഷേ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ BJP 18 സീറ്റിലേക്ക് വന്നു, 40% വോട്ടിലേക്ക് ഉയർന്നു. അവിടെ കോൺഗ്രസും CPM പൂർണ്ണമായിട്ടും ഫീൽഡിൽ നിന്ന് ഔട്ടായി പശ്ചിമ ബംഗാളിൽ. അപ്പോൾ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 77 സീറ്റായിട്ട് മാറി BJP. അപ്പോൾ കേരളത്തിൽ തന്നെ ഞാനതിൻ്റെ ഒരു ടേബിൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ ഓരോ മണ്ഡലങ്ങളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ BJPയുടെ ഗ്രോത്ത്, ഉദാഹരണത്തിന് നമ്മൾ ആലപ്പുഴയിൽ ലോകസഭയിലെ കണക്ക് നമ്മൾ നിയമസഭയിലെടുത്ത ഇത് തന്നെ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ 2011 അല്ലെങ്കിൽ 2011 നിന്ന് 14 വരുമ്പോൾ നമ്മൾ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ നമ്മൾ ഒരു മണ്ഡലം എടുത്തു കഴിഞ്ഞാൽ 2011 നിന്ന് ഏതാണ്ട് 20% ഗ്രോത്താണ് 5 വർഷം കൊണ്ടുണ്ടായിരിക്കുന്നത്. അടുത്ത 5 വർഷം കൊണ്ട് വീണ്ടും ഒരു 10% ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. അപ്പം BJP ഇന്ന് പല മണ്ഡലങ്ങൾ എൻ്റെ കയ്യിൽ കണക്കുണ്ട്. ഞാൻ ഇത് തയ്യാറാക്കിയൊരു കണക്കുണ്ടായിരുന്നു. BJPയുടെ മണ്ഡലങ്ങളിലെ ഗ്രോത്ത് എങ്ങനെയാണ് BJP മുന്നേറുന്നത് എന്നുള്ളത്. അപ്പം ഓരോ തിരഞ്ഞെടുപ്പ് വരുമ്പോഴും ഉദാഹരണത്തിന് നമ്മൾ പാലക്കാട് നിയോജക മണ്ഡലം 2011 19.8%, 2016 ആകുമ്പോഴത്തേത് 29.8%, 10% ഷിഫ്റ്റ് ഉണ്ടായി. 2021 കഴിയുമ്പോൾ അത് 35.34 അപ്പം 10 വർഷം കൊണ്ട് BJP പാലക്കാട് 19 നിന്ന് 35 മാറി. ഇപ്പം ചാത്തന്നൂർ 3.36 2011,
അത് 24.92 2016-ലും 30.61 2021-ലും മാറി. കോഴിക്കോട് നോർത്ത് 8.5 ആണ് 2011-ല്, അത് 22.5 2016 മാറി 22.5 തന്നെ അതേ വോട്ട് തന്നെയാണ് 2021-ലും. ഇത് നമ്മൾ ഓരോ നിയോജക മണ്ഡലം നേമത്ത് 11-ല് താരതമ്യം മെച്ചപ്പെട്ട വോട്ടുണ്ടായിരുന്നു. കാരണം നേമത്ത് കുറച്ചുകൂടി മുന്നേ വന്നു BJP 2006 മുതലേ അവിടെ മുന്നോട്ട് വന്നിരുന്നു. അതുകൊണ്ട് അന്ന് 37% 11 കിട്ടിയിരുന്നു. അപ്പോൾ അതേസമയം നമ്മളിപ്പം വട്ടിയൂർക്കാവ് വരുമ്പോൾ 2011-ൽ ലഭിച്ചത് വെറും 11% വോട്ടായിരുന്നു. അതിൽ നിന്നാണ് 2016 ആകുമ്പോഴത്തേക്കും അത് 33%-ഓളമായി കുമ്മനം രാജശേഖരൻ മത്സരിക്കുമ്പോഴത്തേക്കും. അപ്പോൾ അങ്ങനെ ഓരോ മണ്ഡലത്തിലും BJPയുടെ ഗ്രോത്തിൽ ഈ ഷിഫ്റ്റ് നമുക്ക് കാണാം. ഇപ്പോൾ കാട്ടാക്കട 19.22 നിന്ന് 26.9 മാറുന്നു. അപ്പം ഒരു നിയോജക മണ്ഡലത്തിലെ ഒരു 5 വർഷ ഇടവേള കൊണ്ട് കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ കേരളത്തിൽ ആദ്യത്തെ ഇടവേളയിൽ 10-15% ഗ്രോത്താണ് ഉണ്ടാകുന്നത്. ഞാൻ BJPക്ക് വിന്നബിലിറ്റിയുടെ നമ്പർ പറയാത്തതിൻ്റെ കാരണം ഈ ഗ്രോത്തിൻ്റെ പകുതി ഗ്രോത്ത് ഉണ്ടായാൽ, ഇപ്പം ഞാനൊരു 22 മണ്ഡലങ്ങളിൽ BJPക്ക് 20 മുതൽ 35% വരെ വോട്ട് ലഭിച്ചിട്ടുള്ള മണ്ഡലങ്ങളുണ്ട്. ഇതിൽ പല മണ്ഡലങ്ങളിലും ചെറിയൊരു ഷിഫ്റ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ ജയിക്കാം. ഈ ഗ്രോത്ത് മുന്നോട്ട് കൊണ്ടുപോകണം. അത് ഇപ്പോൾ മണലൂരാകാം, തൃശ്ശൂർ തന്നെ 2011-ലെ തൃശ്ശൂർ മണ്ഡലത്തിൽ 5.9%, 2014 അത് 13.52, 2021 31.3. ഇപ്പോൾ കോഴിക്കോട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ചെങ്ങന്നൂർ 2011 വെറും 4.8% ലഭിച്ചത്. പിന്നീട് അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടക്കേണ്ടായി, പിന്നീട് ഒരു തെരഞ്ഞെടുപ്പ് അതിലുൾപ്പെടെ BJP അതിന് 29-ലേക്ക് വന്നു. അപ്പോൾ 25% വോട്ടാണ്. ഇത് തന്നെ തിരുവല്ലയിൽ നമുക്ക് കാണാം ഇതേ വോട്ട് മാറ്റം. അതായത് തങ്ങളി ചൂണ്ടിക്കാണിച്ചത് വളരെ ശ്രദ്ധേയമായ കണക്കാണ്. പ്രത്യേകിച്ചും ചാത്തന്നൂരിലൊക്കെയുള്ള ഒരു 3%-ൽ നിന്ന് 30%. പിന്നോക്ക വിഭാഗങ്ങൾ, ഹിന്ദു സമൂഹത്തിലെ പിന്നോക്ക വിഭാഗങ്ങൾക്ക് മേൽക്കോയ്മയുള്ള മണ്ഡലങ്ങൾ, ഉദാഹരണം തൃശ്ശൂർ ജില്ലയിൽ കൊടുങ്ങല്ലൂർ, നാട്ടിക, അല്ലെങ്കിൽ ഇരിങ്ങാലക്കുട. അപ്പോൾ ഞാൻ അതിൻ്റെ എല്ലാം കണക്കുകൾ ഞാൻ എടുത്തിട്ടുണ്ട്. ഈ മണ്ഡലങ്ങളിലൊക്കെ BJPയുടെ ഓരോ 5 വർഷത്തെയും ഗ്രോത്ത് എന്ന് പറയുന്നത് 10%, എല്ലാം തന്നെ 2011-ലെ 7% നിന്നാണ്. ചുരുക്കി പറഞ്ഞാൽ വിജയ സാധ്യതയുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ BJPക്ക് വോട്ട് ചെയ്യാൻ വോട്ടേഴ്സ് റെഡിയാണ്. അങ്ങനെ നമുക്ക് ഏതാണ്ട് 3 ഡസനോളം മണ്ഡലങ്ങളെ ചൂണ്ടിക്കാണിക്കാൻ പറ്റും. അത് വിജയത്തിന് അടുത്തേക്ക് വരികയാണ്. ഇത് നമ്മൾ സാധാരണ നമ്മുടെ മാധ്യമ ചർച്ചകളിൽ നമ്മൾ വിജയിച്ച് തോറ്റു എന്നെല്ലാം മാത്രമേ വരുള്ളൂ. പക്ഷേ നമ്മൾ അകത്തിറങ്ങി പഠിക്കുമ്പോഴാണ് ഇത്രയധികം മണ്ഡലങ്ങളിൽ BJPയുടെ വ്യാപനം ഉണ്ടായിട്ടുണ്ട്. അപ്പം കേരളത്തിൽ ഇനി മുന്നണികൾക്ക് ഒരു ദൗർബല്യം ഈ തെരഞ്ഞെടുപ്പിലുണ്ടായാൽ, ഈ തെരഞ്ഞെടുപ്പിൽ വീണ്ടും ഇടതുപക്ഷം അധികാരത്തിൽ വരികയാണെങ്കിൽ BJPക്ക് നേട്ടമുണ്ടാകുന്ന പൊളിറ്റിക്കലി. കാരണം UDFന് പിന്നെ സസ്റ്റെയിൻ ചെയ്യാൻ കഴിയില്ല. കാരണം മുസ്ലിം ലീഗ് 10 വർഷത്തിൽ കൂടുതൽ ഷാജി പറഞ്ഞതുപോലെ ഇനി വെയിൽ കൊള്ളാനുണ്ടാകില്ല. അത് അവർ പുതിയ താവളത്തിലേക്ക് പോകേണ്ടി വരും. സ്വാഭാവികമായിട്ട് അവർ ഇടതുപക്ഷത്തേക്ക് പോകും. കാരണം കേരളത്തിലെ മുസ്ലിം ലീഗിലെ എല്ലാ പാർട്ടികളും ആദ്യം മന്ത്രിസഭയിലേക്ക് ആനയിച്ചത് ഇടതുപക്ഷമാണ്. മുസ്ലിം ലീഗിനെയും AIML എന്ന് പറഞ്ഞാൽ ഓൾ ഇന്ത്യ മുസ്ലിം ലീഗിനെയും അതുപോലെ INL-നെയും ഈവൻ PDP-യെയും ആദ്യം മുഖ്യധാരയിൽ 2009-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർ മത്സരിപ്പിച്ചത് അറിയാമല്ലോ. അന്ന് അച്യുതാനന്ദനൊക്കെ എതിർത്തിട്ട് മത്സരിച്ച് CPIയുടെ സീറ്റ് പിടിച്ചു വാങ്ങിക്കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആ തരത്തിൽ കേരളത്തിലെ മുസ്ലിം സംഘടനകൾക്ക് കംഫർട്ടബിളാണ് ഇടതുപക്ഷം. അപ്പോൾ അവർ ആ താവളത്തിലേക്ക് പോകാനായിരിക്കും സാധ്യത. ഒരുപക്ഷെ കംഫർട്ടബിൾ എന്ന് മാത്രമല്ല, എനിക്ക് തോന്നുന്നു താങ്കൾ ഈ പറഞ്ഞ സാധ്യത വെച്ച് നോക്കുകയാണെങ്കിൽ ഇടതുപക്ഷം വിജയിക്കുന്ന ഒരു സാഹചര്യത്തിൽ, നല്ല വിജയം നേടുന്ന ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും UDFൻ്റെ ഒരു സ്പേസിലേക്ക് NDA അല്ലെങ്കിൽ BJP വരുന്ന ഒരു സിനാറിയോയിൽ വീണ്ടും ഒരു ബൈപോളാറിനുള്ള ഒരു സാധ്യത കൂടെ കാണുന്നുണ്ട്. അതായത് BJP ഒരു വശത്തും നോൺ BJP മറുവശത്തും. കാരണം കോൺഗ്രസിനെ പിന്നീട് കേരളത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. കാരണം കോൺഗ്രസ് ഒരു സംഘടന എന്നുള്ള തലത്തിൽ കേരളത്തിൽ വളരെ പരിമിതികളുണ്ടാകും. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ കാണുന്ന അഡ്വാൻറ്റേജ് കോൺഗ്രസിനുള്ളത് 7 ജില്ലകളിൽ കോൺഗ്രസ് വലിയ വിജയം നേടും. അത് വയനാട്, മലപ്പുറം, എറണാകുളം, അതുപോലെ കോട്ടയം, ഇടുക്കി, പത്തനംതിട്ടയിലും ഒരു 50-50 ആയിരിക്കാം ഒരുപക്ഷെ. ഈ ജില്ലകളിലൊക്കെ കോൺഗ്രസ് സമ്പൂർണ്ണ ആധിപത്യമായിരിക്കും. അതിൽ ഞാൻ നോക്കിയപ്പോൾ ഏതാണ്ട് 52 മണ്ഡലങ്ങളാണ് പ്രധാനമായിട്ട് ഈ ന്യൂനപക്ഷ കേന്ദ്രീകൃതങ്ങൾ വരുന്നത്. പക്ഷേ 88 മണ്ഡലങ്ങളുള്ള 8 ജില്ലകളുണ്ട്. അതായത് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, തൃശ്ശൂർ, പാലക്കാട്, കണ്ണൂർ, കോഴിക്കോട്. അതിൽ കോഴിക്കോട് UDFന് അഡ്വാൻറ്റേജ് ഉണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ. പക്ഷേ കണ്ണൂരും പാലക്കാടും തൃശ്ശൂരും ആലപ്പുഴയും കൊല്ലം, തിരുവനന്തപുരം ഈ ജില്ലകളിലെ UDFൻ്റെ വിജയം പോലെ ഇരിക്കും ഈ ഇലക്ഷനിലെ UDFൻ്റെ മേൽക്കോയ്മ വരുന്നത്. കാരണം അത് തിരുവനന്തപുരം നിർണായകമായൊരു ജില്ലയാണ്. 14 നിയോജക മണ്ഡലങ്ങളുണ്ട്. പലപ്പോഴും പല തെരഞ്ഞെടുപ്പിലും UDFന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ UDFൻ്റെ പ്രോബ്ലം ഉണ്ടാക്കിയ ഉദാഹരണത്തിന് കഴിഞ്ഞ 2016-ലെ തിരുവനന്തപുരത്ത് കോൺഗ്രസിന് 2 സീറ്റാണ്, 21 1
കൊല്ലത്ത് 2 സീറ്റാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ. ആലപ്പുഴയിൽ 1 സീറ്റേ ഉള്ളൂ. പത്തനംതിട്ടയിൽ 1 സീറ്റും UDF ഇല്ല. അതുപോലെ തൃശ്ശൂർ 1 സീറ്റാണ്, 13-ൽ 1 സീറ്റാണ് അവിടെ ലഭിച്ചത്. പാലക്കാടും അതേപോലെ തന്നെയാണ്, കണ്ണൂരും അതുപോലെ. അപ്പോൾ ഇപ്പോൾ UDF അഡ്വാൻറ്റേജ് ഉണ്ടാകുന്ന ഈ 8 ജില്ലകൾ, 88 മണ്ഡലങ്ങളിലുള്ള 8 ജില്ലകളിൽ ഇപ്പോൾ LDF കയ്യിൽ 77 സീറ്റുണ്ട്. ഈ 77 സീറ്റിൽ നിന്നാണ് BJPയുടെ ജയസാധ്യതയുള്ള കൂടുതൽ സീറ്റ് ഇരിക്കുന്നത്. ഈ 88-ൽ 77 ഇപ്പോൾ LDF കയ്യിലാണ്. ആ 77-ലാണ് BJP ജയിക്കുന്ന സീറ്റുകളിൽ മഞ്ചേശ്വരം, പാലക്കാട്, അല്ലെങ്കിൽ കാസർഗോഡ് അതുപോലെയുള്ള മണ്ഡലങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന അങ്ങനെയുള്ള 1-2 മണ്ഡലങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാ മണ്ഡലങ്ങളും ഇടതുപക്ഷത്തിൻ്റെ 77-ൽ നിന്ന് എടുക്കേണ്ട മണ്ഡലങ്ങളാണ്, വിജയിക്കുന്ന മണ്ഡലങ്ങൾ. എന്തുകൊണ്ടാണ് ഇടതുപക്ഷം വരുന്നതാണ് BJPക്ക് കൂടുതൽ ഒരു അനുകൂല സാഹചര്യം ഉണ്ടാകുക എന്ന് പറയും? അല്ല, ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല, ഒരു മുന്നണി ശിഥിലമാകുമെന്നാണ് പറഞ്ഞത്. കാരണം വീണ്ടും ഒരു പ്രതിപക്ഷമായിട്ട് കോൺഗ്രസിനെ കേരളത്തിൽ സസ്റ്റെയിൻ ചെയ്യാൻ പാടുണ്ട്. അപ്പം കേരളത്തിലെ കോൺഗ്രസിനെ വിട്ടൊഴിഞ്ഞു പോകാൻ പലരും തയ്യാറാകും. ഇത് CPM-നും ബാധകമാണ്. CPM ഈ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചില്ലെങ്കിൽ CPM ത്രിപുരയിലെ അല്ലെങ്കിൽ പശ്ചിമ ബംഗാളിൻ്റെ അവസ്ഥയിലേക്ക് പോകുന്ന സാഹചര്യമുണ്ടാകും. കാരണം ഒരു കാലഘട്ടത്തിൽ നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് മാതൃകയായിരുന്ന ആൾക്കാരായിരുന്നു സുധാകരനെ പോലെയുള്ള ആൾക്കാർ. അപ്പം അവരാണ് ഈ താത്വികമായ അവലോകനങ്ങളൊക്കെ നടത്തി ഒരുപാട് മുന്നിൽ വന്നപ്പോൾ എനിക്ക് കേരള യൂണിവേഴ്സിറ്റിയിൽ ഞാൻ സ്റ്റുഡൻ്റ് ആയിരുന്നപ്പോൾ റിസർച്ച് അസോസിയേറ്റ് ആയിരുമ്പോൾ സുധാകരനാണ് യൂണിവേഴ്സിറ്റി നയിക്കുന്നത്, സിൻഡിക്കേറ്റ് മെമ്പർ എന്നുള്ള തലത്തിൽ. അപ്പോൾ ആ സുധാകരനാണ് ഇന്ന് കോൺഗ്രസ് പാളയത്തിൽ നിൽക്കുന്നത്. അതുപോലെ പാർട്ടി കോട്ടകളാണ്. ഞാൻ ഈ ഇലക്ഷൻ വർക്ക് ചെയ്തിട്ടുള്ളതാണ് തൃക്കൈപ്പുഴ മണ്ഡലത്തിലും ഒക്കെ, പാർട്ടി ഗ്രാമങ്ങളിൽ. ഈ പാർട്ടി ഗ്രാമങ്ങളിലാണ് ഇപ്പോൾ പൊട്ടിത്തെറി ഉണ്ടായത്. പാർട്ടി ഗ്രാമങ്ങളിൽ പൊട്ടിത്തെറി ഉണ്ടായപ്പോഴേ TP ചന്ദ്രശേഖരൻ ഉണ്ടായതുപോലെ ഒരു അറ്റാക്ക് ഇനി നടക്കില്ല. കാരണം പാർട്ടിക്ക് അതിനുള്ള കഴിവില്ല. അപ്പം പലരും എന്നെ ഉപദ്രവിക്കില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പലരും പുറത്തേക്കുള്ള വഴിയിലേക്ക് പോകാം. മനസ്സിലായി. ഞാൻ അതൊരു സംശയം കൂടെ ചോദിച്ചിട്ട്, താങ്കൾ ഇപ്പോൾ പറഞ്ഞ പോയിന്റിൽ തന്നെ എന്തുകൊണ്ടാണ് CPM-ന് അത്തരമൊരു CPM പ്രതിപക്ഷത്താകുകയാണെങ്കിൽ CPM-ന് കോൺഗ്രസിൻ്റേതുപോലെ അത്ര പെട്ടെന്നൊരു ഡിസിൻറ്റഗ്രേഷൻ ഉണ്ടാകുമോ? CPM-നോ അല്ലെങ്കിൽ CPM-ന്റെ പരാജയത്തിൻ്റെ തോത് പോലെ ഇരിക്കും. വീണ്ടും തിരിച്ചു വരാൻ സ്കോപ്പ് ഉണ്ടെങ്കിൽ CPM-ന് ഒന്നും സംഭവിക്കില്ല. അതായത് ഒരു നെക്ക് ടു നെക്കായിട്ട്. പക്ഷേ മൂന്നാമതൊരു ഫോഴ്സ് എമർജ് ചെയ്യുകയും CPM-ന്റെ കോട്ടകളിൽ വിള്ളൽ ഉണ്ടാകുകയും ചെയ്തു കഴിഞ്ഞാൽ CPM ശിഥിലമാകും. കാരണം ദേശീയ തലത്തിൽ CPM-ന് ആശയപരമായ ഒരു നിലനിൽപ്പില്ല. കാരണം പശ്ചിമ ബംഗാളിലും അല്ലെങ്കിൽ ത്രിപുരയിലും ഒരു തരത്തിലും പാർട്ടിക്ക് തിരിച്ചു വരാൻ കഴിയാത്ത സാഹചര്യമാണ്. കാരണം പാർലമെൻറ്റിൽ ഇവർ ഒന്നായിട്ടാണ് നിൽക്കുന്നത്. നമ്മളിപ്പോൾ വിഷ്വൽ മീഡിയയിൽ നിൽക്കുമ്പോൾ എല്ലാ സമയത്തും ഒന്നിച്ചാണ് നിൽക്കുന്നത്. അപ്പം കേരളത്തിൽ മാത്രം അവർ രണ്ടായി കാണേണ്ട ആവശ്യമില്ല. ഇടതുമുന്നണി വലതുമുന്നണി ഒന്നാണ്. 27 സംസ്ഥാനങ്ങളിൽ കേരളത്തിലെ ഇടതുപക്ഷവും വലതുപക്ഷവും ഒന്നാണ്. അപ്പം കേരളത്തിൽ എന്തിനാണ് രണ്ടായി നിൽക്കുന്നത്? അങ്ങനെ വരികയാണെങ്കിൽ ഒരു റീ അലൈൻമെൻറ്റിലേക്ക് കേരളം പോകേണ്ടി വരും. പഴയ കാലത്തെ ഒരു ടൈറ്റായിട്ടുള്ള ബൈപ്പോളർ സിസ്റ്റം ആണെങ്കിൽ 5 വർഷം നമ്മൾ വെയിറ്റ് ചെയ്യാൻ തയ്യാറാവും ജനങ്ങൾ. ഇതിപ്പോൾ അങ്ങനെയല്ല. പക്ഷേ കേരളത്തിൽ CPM അത്രയും ഒരു ശിഥിലമാകുന്ന സ്റ്റേജിലേക്ക് ആയിട്ടില്ല. പക്ഷേ ആശയപരമായ പ്രശ്നം നേരിടുന്നുണ്ട്, സംഘടനാപരമായ പ്രശ്നം നേരിടുന്നുണ്ട്. ഈ 10 വർഷം സമരസംഘടന അല്ലാതായി നിന്നതിൻ്റെ ഒരുപാട് പ്രശ്നങ്ങളും പാർട്ടി നേരിടുന്നുണ്ട്. പക്ഷേ 5 വർഷത്തെ ഒരു പ്രതിപക്ഷ ടെന്യൂർ കൊണ്ട് തിരിച്ചു പിടിക്കാവുന്നതേ നമ്മൾ സാധാരണ ആയുർവേദ ചികിത്സ നടത്തുന്ന പോലെ ഇത് നടന്നില്ല. ഇപ്പം രണ്ടാമത് പിണറായിയുടെ ശൈലി, പിണറായി ഏകാധിപതിയായി മാറി. അതായത് സാധാരണ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും സെക്കൻഡ് ലീഡർഷിപ്പ് ഉണ്ടാവും. പിണറായി വിജയൻ്റെ ആദ്യ മന്ത്രിസഭയിലുണ്ടായിരുന്ന മിനിസ്റ്റേഴ്സ് എല്ലാം അത് സുധാകരനായ എല്ലാവരും സീനിയറായ ആൾക്കാരായിരുന്നു. അപ്പോൾ അദ്ദേഹം 21 ആയപ്പോഴും സീനിയേഴ്സിനെ മുഴുവനും വെട്ടി നിർത്തി. പാർട്ടി ലീഡർഷിപ്പിന്റെ ഒരു കളക്റ്റീവായ തീരുമാനത്തെ നമുക്ക് അങ്ങനെ പിണറായിയുടെ മേൽ മാത്രമായിട്ട് ചേർത്താനാകുമോ? അല്ല, ഞാൻ പറഞ്ഞൊരു സംഘടനയെ സംബന്ധിച്ചുള്ള ഒരു കളക്റ്റീവ് ലീഡർഷിപ്പിൽ തന്നെ സെക്കൻഡ് ലീഡേഴ്സ് എല്ലാം പോയി. സെക്കൻഡ് ലെവലിൽ വരുന്ന ലീഡേഴ്സ് ഒന്നും ഭരണത്തിലില്ലാതായി. അപ്പോഴത്തേക്കും നമ്മൾ എന്തുകൊണ്ട് കണ്ണൂരിൽ ഈ പൊട്ടിത്തെറി ഉണ്ടായി? ഒരു പക്ഷേ പാർട്ടി ആ ശൈലി മാറിയില്ലായിരുന്നെങ്കിൽ അവിടുത്തെ ജയരാജന്മാർക്കൊന്നും ഇപ്പോൾ MLA-മാരല്ല, അവരാരും MP-മാരല്ല. അപ്പോൾ ആ തരത്തിൽ നമ്മൾ നോക്കുമ്പോൾ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ അവരെയൊന്നും അങ്ങനെ തട്ടുംപുറത്തിരുത്താറായില്ല. കുറച്ചുകൂടി അല്ല, പക്ഷേ ഏത് പാർട്ടിയെ സംബന്ധിച്ചും, ഞാൻ CPM-നെ മാത്രമല്ല ചോദിക്കുന്നത്, ഏത് പാർട്ടിയെ സംബന്ധിച്ചും പുതിയൊരു നിര നേതൃത്വം വരുന്നത് സ്വാഭാവികമല്ലേ? പക്ഷെ അതൊരു 50-50 ആയിട്ട് ചെയ്യണം. ഇപ്പോൾ 2021 ടോട്ടൽ ഒഴിവാക്കിയ ആൾക്കാരെ, അതിന് പകരം കുറച്ച് പേരെ നിലനിർത്തുകയും ഇപ്പം വീണ്ടും ശൈലജ ടീച്ചറെ തിരിച്ച് ഇത്തവണ മത്സരിപ്പിക്കുന്നുണ്ട്. പക്ഷേ സീനിയറായ നേതാക്കൾ കാര്യമായിട്ടില്ല. ഇപ്പം നമ്മളിപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ സീനിയർ നേതാക്കളെന്ന് പറയുന്നതിൽ താരതമ്യേന കടകംപള്ളി സുരേന്ദ്രനും നമ്മുടെ ശിവൻകുട്ടിയൊക്കെയാണ് ഉള്ളതിൽ സീനിയർ. ബാക്കിയെല്ലാം ഈ പാർലമെൻ്ററി മേഖലയിൽ പുതുമുഖങ്ങളാണ്. 1-2 തവണയായിട്ടില്ല. അത് നെയ്യാറ്റിൻകരയുള്ള ആളാണെങ്കിലും
കാട്ടാക്കടയാണെങ്കിലും. പക്ഷേ മറ്റുള്ളവർ പഴയ സീനിയർ നേതാക്കളെയൊക്കെ ഒന്നിച്ച് ഇപ്പോൾ സുധാകരൻ റിവോൾട്ട് ചെയ്തത് ബേസിക്കലി ആശയപരമല്ല, അദ്ദേഹത്തിനുണ്ടായ ഈഗോ പ്രശ്നം തന്നെയാണ്. അദ്ദേഹത്തെ സമസ്ത മേഖലയിൽ നിന്നും ആലപ്പുഴയിൽ നിന്നും അദ്ദേഹത്തിന് സൈഡ് ലൈൻ ചെയ്യുന്നത് ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയാണ്. അദ്ദേഹം സൈഡ് ലൈൻ ചെയ്യുന്നതാണ് അദ്ദേഹത്തിൻ്റെ വിഷയം. അദ്ദേഹത്തേക്ക് പാർട്ടിക്ക് അക്കോമഡേറ്റ് ചെയ്യാമായിരുന്നു, കുറച്ചുകൂടി ഒരു മാന്യമായ രീതിയിൽ അക്കോമഡേറ്റ് ചെയ്യും. മറ്റേതങ്ങനെയല്ല, പൊക്കോട്ടെ എന്നൊരു സമീപനം. അതിനാണ് നമ്മൾ സ്വേച്ഛാധിപത്യ സമീപനമെന്ന്. നമ്മൾ മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ഇപ്പം നമ്മൾ നോക്കുമ്പോൾ ഇപ്പം ഉമ്മൻചാണ്ടിയെ അല്ലെങ്കിൽ എ കെ ആൻ്റണിയോ അല്ലെങ്കിൽ കെ കരുണാകരൻ അവരുടെയൊക്കെ വാക്കുകൾ ഡിഫറൻ്റാണ്. അപ്പം ഇദ്ദേഹത്തിൻ്റെ ചില വാക്കുകളുണ്ടല്ലോ, ഉദാഹരണത്തിന് പ്രേമചന്ദ്രനെ ഈ അഷ്വേർഡായിട്ട് ജയിപ്പിച്ചത് മുഖ്യമന്ത്രിയുടെ ഒരു വാക്കാണ് കൊല്ലം നിയോജകമണ്ഡലത്തിൽ. അല്ലെങ്കിൽ അദ്ദേഹം RSP ഇന്ന് ജീവിച്ചിരിക്കുന്നത് ഒരുപക്ഷെ പിണറായി വിജയൻ്റെ ആ വാക്കിൽ നിന്നാണ്, അദ്ദേഹത്തിൻ്റെ പ്രയോഗങ്ങൾ. RSP അതിന് പിണറായിയോട് നന്ദി പറയണം. അല്ല, എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്. അല്ലെങ്കിൽ അന്ന് അദ്ദേഹം അങ്ങനെ ജയിക്കില്ല, കാരണം ഇടതുപക്ഷത്തിന് അത്രയും ശക്തമായി. ഞാൻ ആ സമയത്ത് കൊല്ലത്ത് വർക്ക് ചെയ്യുന്ന ഒരാളാണ്, കൊല്ലം SM കോളേജിൽ അധ്യാപകനാണ്. അപ്പോൾ എനിക്ക് അവിടുത്തെ രാഷ്ട്രീയ കാലാവസ്ഥ നല്ലോണം അറിയാം. പക്ഷെ ഒരു സിമ്പതി ഫാക്ടർ ഉണ്ടായി പുള്ളിക്ക് അനുകൂലമായിട്ട്. ആ സിമ്പതി ഫാക്ടർ UDFന്റെ സപ്പോർട്ടും കൂടെ വന്നപ്പോഴത്തേക്കും അത് വലിയ വിജയത്തിലേക്ക് കൊണ്ടുപോയി. അതിൽ തന്നെ ഞാൻ ചോദിക്കട്ടെ, ഞാനൊരു മാറി നിന്ന് ചോദിക്കുകയാണ്. 2021 CPMന്റെ സംസ്ഥാന നേതൃത്വം കളക്റ്റീവായിട്ട് എടുത്ത തീരുമാനം, അന്ന് കോടിയേരി ഉൾപ്പെടെ ജീവിച്ചിരിക്കുന്ന സമയത്ത് കളക്റ്റീവായി എടുത്ത ഒരു തീരുമാനമാണ് 2 ടൈം MLA-മാരായിരുന്നവരെ മാറ്റി നിർത്തുക, അല്ലെങ്കിൽ മന്ത്രിസഭയിൽ ഒരു തവണ വന്നവരെ മാറ്റി നിർത്തുക എന്നത്. അത് ഒരു പൊതുജനത്തിനത് പറയാം, പക്ഷെ ഒരു രാഷ്ട്രീയ നിരീക്ഷകനായ താങ്കൾ എങ്ങനെയാണ് അത് പിണറായിയുടെ മാത്രം തീരുമാനമാണ് എന്ന് വിശദീകരിക്കുന്നത്? അല്ല, ഞാൻ പറയാൻ കാരണം ഇന്ന് പോളിറ്റ് ബ്യൂറോ എന്ന് പറയുന്നത്, പഴയ കാലത്ത് നമ്മൾ ഹൈക്കമാൻഡ് പോളിറ്റ് ബ്യൂറോ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു വ്യത്യസ്തമായൊരു നേതൃത്വമാണ്. ഇന്ന് CPMന്റെ പോളിറ്റ് ബ്യൂറോ തന്നെ കേരള നേതൃത്വം തന്നെയാണ് അതിൻ്റെ കമാൻഡ് വരുന്നത്. ഇദ്ദേഹം ലീഡിങ് പൊസിഷനിൽ ഇരിക്കുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വാഭാവികമായിട്ടും എപ്പോഴും നമ്മളൊരു പരിഷ്കരണം നടത്തുമ്പോഴും മൊത്തത്തിൽ റീഷഫിൾ ചെയ്യുന്നതിന് പകരം ഒരു 50% കൂടെ നിർത്തിയിട്ട്, അതൊരു എനിക്ക് തോന്നുന്നു നല്ലൊരു മാനേജ്മെൻറ്റ് ശൈലി എന്ന് പറയുന്നത് അതിനാണ്. ടോട്ടലി റീസ്ട്രക്ചർ ചെയ്യല്ല. നമ്മളിപ്പോൾ ഈ റബ്ബർ കർഷകർ ചെയ്യുന്നത് പോലെ മൊത്തം നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് പുതിയ റബ്ബർ വയ്ക്കുന്ന ഒരു ശൈലിക്ക് പകരം ഒരു 50% എൽഡേഴ്സിനെ നിലനിർത്തിക്കൊണ്ട്, ഈ തെരഞ്ഞെടുപ്പ് ചില എൽഡേഴ്സിനെ നിർത്തുന്നുണ്ടല്ലോ, എങ്ങനെയാണെങ്കിൽ കടകംപള്ളി സുരേന്ദ്രനെ എന്തിനാണ് നിർത്തുന്നത്? അല്ലെങ്കിൽ ശിവൻകുട്ടിക്ക് ശരിക്കും ആരോഗ്യമില്ല, അദ്ദേഹം മത്സരിക്കാൻ മാറുന്നതാണ്, അയാളെ മത്സരം. അപ്പം 2021 പാർട്ടി നയം 2026 ബാധകമല്ല, എല്ലാവരെയും മത്സരിപ്പിക്കുകയാണ്. ഞാനത് ചോദ്യം ചെയ്യുന്നതല്ല, എൻ്റെ സംശയം അത് CPMന്റെ ഒരു ടാക്ടിക്കൽ ലൈനായിട്ട്, ഒരു സ്ട്രാറ്റജി ആയിട്ട് കാണാവുന്നു. പക്ഷെ അത് നമ്മൾ തിയറിറ്റിക്കലി ശരിയാണ്. പക്ഷേ നമ്മൾ അകത്ത് നമ്മൾ കൂടുതൽ ഇറങ്ങി പരിശോധിക്കുമ്പോൾ പിണറായി വിജയൻ തന്നെയാണ് പാർട്ടിയായി മാറുന്നത്. അപ്പം പാർട്ടിയുടെ നമ്മൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ജനാധിപത്യ കേന്ദ്രീകരണം എന്ന് പറയുന്നത് ഡെമോക്രാറ്റിക് ഒരു സെൻട്രലിസം ഉണ്ടല്ലോ, അത് പലപ്പോഴും വ്യക്തിയിലേക്ക് വരും. ലോകം മുഴുവനും അങ്ങനെ തന്നെയാണ്. നമ്മൾ സ്റ്റാലിൻ ആണെങ്കിലും മാവോ ആണെങ്കിലും കാസ്ട്രോ ആണെങ്കിലും ഒക്കെ തന്നെ അവസാനം വ്യക്തിയിലേക്ക് വരും. അപ്പം ഒരു കളക്റ്റീവ് ലീഡർഷിപ്പ് ഇപ്പം BJPയുടെ വളർച്ചയ്ക്ക് ഏറ്റവും സഹായമായത്, ഞാൻ ഒരു രാഷ്ട്രീയ നിരീക്ഷണത്തിൽ ഒരു സെക്കൻഡ് ലെവൽ ലീഡർഷിപ്പിനെ വ്യാപകമായി എല്ലാ സ്റ്റേറ്റിലും വളർത്തിയെന്നുള്ളതാണ്. ഓരോ സംസ്ഥാനത്തും പ്രാദേശിക തലത്തിൽ നല്ല നേതാക്കളുണ്ട്, അവരാണ് മുഖ്യമന്ത്രി. ഇപ്പം ആസാമിൽ ഇപ്പം ഹിമന്ത ബിശ്വ ശർമ്മ, അദ്ദേഹം ഒരു പഴയ കോൺഗ്രസ്സുകാരനായിരുന്നു. അതുപോലെ തന്നെയാണ് ഇപ്പം പശ്ചിമ ബംഗാളിൽ സുവേന്ദു അധികാരി, അദ്ദേഹം തൃണമൂൽ കോൺഗ്രസിൻ്റെ ഭാഗമായി എന്നുള്ളതാണ്. പക്ഷേ എന്നാലും പ്രാദേശിക തലത്തിൽ ചില വ്യക്തികളെ എംപവർ ചെയ്തുകൊണ്ട്, അതുപോലെ നാഷണൽ ലെവലിലും ഒരു 4-5 പേരെ നമുക്ക് കാണാൻ കഴിയും. മറ്റേ ഒരു വ്യക്തിക്ക് പകരം ഒരു 3-4 പേര് ഇപ്പം ഇപ്പം തന്നെ നമ്മുടെ കേന്ദ്ര ക്യാബിനറ്റിൽ നമുക്കറിയാമല്ലോ, ഇപ്പോൾ ഗഡ്കരി അദ്ദേഹത്തിൻ്റെതായ ഒരു എൻറ്റിറ്റിയുള്ള ഒരാളാണ്, രാജ്നാഥ് സിംഗ്, അമിത്ഷാ, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ചില ലീഡർഷിപ്പ് രാഷ്ട്രീയ ജനാധിപത്യ പ്രസ്ഥാനങ്ങൾക്ക് എപ്പോഴും ഈ നമ്മളൊരു പ്രസിഡൻഷ്യൽ വ്യവസ്ഥ അല്ലാത്തതുകൊണ്ട് നമുക്കൊരു കളക്റ്റീവ് ലീഡർഷിപ്പ് എപ്പോഴും ഗുണം ചെയ്യും. പക്ഷേ എല്ലാ യങ്സ്റ്റേഴ്സും ഞാൻ മാത്രം 80 വയസ്സായ ആളും കൂടെ നിൽക്കുമ്പോൾ അതിനൊരു ഒരു ഒരു സുഖകരമായ ഇതല്ല. അങ്ങനെയാണെങ്കിൽ പിണറായി വിജയൻ അത് ബാധകമാകണമായിരുന്നു. ഞാൻ മുതിർന്ന ആളാണ്, ഒരു പുതിയ മാറ്റം ഭരണരംഗത്ത് വരട്ടെ, 5 വർഷം ഞാൻ മുഖ്യമന്ത്രിയായി, ഇനി ഒരു പുതിയ യങ് ബ്ലഡ് വരട്ടെ എന്ന് അദ്ദേഹം പറഞ്ഞില്ല. അപ്പം അവിടെയാണ് ഈ സംശയത്തിന്. പക്ഷേ ഈ രാജ്നാഥ് സിംഗും അല്ലെങ്കിൽ നിതിൻ ഗഡ്കരിയും ഒക്കെ ഉള്ളപ്പോഴും നമുക്കറിയാം BJPയുടെ ഫേസ് എന്ന് പറയുന്നത് നരേന്ദ്രമോദിയും അമിത്ഷായും മാത്രമാണ് കഴിഞ്ഞ ഒരു 10 വർഷമായിട്ട്, അല്ലെങ്കിൽ 11-12 വർഷമായിട്ട്. അതുകൊണ്ട് അത് ഒരു പാർട്ടിയുടെ അല്ലെങ്കിൽ ഒരു നേതാവിൻ്റെ ശൈലിയായി കാണാവുന്നതല്ലേ ഉള്ളൂ. അത് നമുക്ക് അങ്ങനെയല്ല. കാരണം ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്ത്യയിൽ കഴിഞ്ഞ 20 വർഷത്തെ BJPക്ക് എത്ര പ്രസിഡന്റുമാരുണ്ടായി?
എത്രയോ പ്രസിഡന്റുമാരുണ്ടായി ബി ജെ പിക്ക്. മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്കും അതുപോലെയുള്ള നേതൃത്വ മാറ്റം ഉണ്ടായിട്ടില്ല. ഇപ്പം ഓരോ 3 വർഷം 4 വർഷം കഴിയുമ്പോൾ പുതിയ പ്രസിഡന്റുമാർ വരെയാണ്. അത് ആ തരത്തിൽ ഒരുപാട് ലീഡേഴ്സിനെ നാഷണൽ പ്രസിഡന്റുമാർ, രാജ്നാഥ് സിംഗ് അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിരുന്ന ഒരാളാണ്, ഗഡ്കരി അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിരുന്നതാണ്, അമിത്ഷാ അതുപോലെ തന്നെയാണ്, നദ്ദ വന്നു. ഇപ്പം നിരവധി ആളുകളെ പ്രസിഡന്റാക്കി ഉയർത്തുകയും അവരെ പിന്നെ ക്യാബിനറ്റ് മിനിസ്റ്റർ ആക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം അത് നൽകുന്നൊരു മെസ്സേജ് ഉണ്ട്. കാരണം വ്യത്യസ്ത സംസ്ഥാനങ്ങളിലുള്ള വ്യത്യസ്ത സാമൂഹ്യ പശ്ചാത്തലത്തിൽ വരുന്ന ആളുകളെ അങ്ങനെ. അതുപോലെ സംസ്ഥാനങ്ങളിൽ ശക്തരായിട്ടുള്ള മുഖ്യമന്ത്രിമാരുണ്ട്, ചൗഹാനെ പോലെയുള്ള ആൾക്കാർ, അല്ലെങ്കിൽ കർണാടകത്തിലാണെങ്കിൽ എല്ലാ സംസ്ഥാനങ്ങളും ബി ജെ പിക്ക് ശക്തരായിട്ടുള്ള ചില ലീഡേഴ്സിനെ അവർ വളർത്തുന്നുണ്ട്. അപ്പോൾ അത് ചിലർ വളരെ യങ് ആയിരിക്കാം. ഇപ്പോൾ ഫഡ്നാവിസിനെ പോലെയുള്ള താരതമ്യേന പ്രായം കുറവുള്ള ഒരാളാണ്. പല സംസ്ഥാനങ്ങളിലും അവർ ആ തരത്തിൽ കൊണ്ടുവരുന്നുണ്ട്. ഞാൻ പറഞ്ഞത് ഒരു കാര്യത്തെ നിരീക്ഷിക്കുമ്പോൾ ഒരു തിയറി പറയുകയാണെങ്കിൽ എല്ലാവർക്കും ഒരുപോലെ ബാധകമാണ്. ഇതങ്ങനെയല്ല. 2020 ടോട്ടൽ വെട്ടിനിരത്തലുണ്ടായി. അത് യഥാർത്ഥത്തിൽ സുധാകരൻ്റെ വിഷയം അതല്ലേ. നമുക്കറിയാം, ജയരാജൻ ഈ പ്രശ്നമുണ്ടായി. നമ്മുടെ ഈ കണ്ണൂരിലും ജയരാജന്മാർക്ക് പ്രശ്നങ്ങളുണ്ടായി. അതിൽ ഒരു ജയരാജൻ ഒഴിച്ച് മറ്റ് 2 ജയരാജന്മാർക്കും വിഷയമുണ്ടായി. കാരണം ജില്ലാ സെക്രട്ടറി അയാളെ സ്ഥാനാർത്ഥിയാക്കുന്നു, അദ്ദേഹം പരാജയപ്പെടുന്നു, വീണ്ടും ജില്ലാ സെക്രട്ടറി ആക്കിയിട്ടില്ല, പി ജയരാജനെ ആക്കിയില്ല. എന്നാൽ മറ്റു പല ജില്ലകളിലും അത് ചെയ്തുമില്ല. അപ്പം ചില ആളുകളെ അത് ഒതുക്കുന്നു എന്നൊരു വ്യാഖ്യാനത്തിലേക്ക് വരാം. കാരണം നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ യുഗത്തിൽ നിൽക്കുന്നുണ്ട്, ആർക്കും വിമർശനങ്ങൾ ഉന്നയിക്കാം. അപ്പോൾ അത് പാർട്ടിക്ക് ക്ഷീണമുണ്ടാക്കും. അതാണ് ഞാൻ സൂചിപ്പിച്ചത്, ഒരു എഫക്റ്റീവ് മാനേജ്മെൻ്റ് അല്ല ഒന്നിച്ച് എല്ലാവരെയും മാറ്റിയിട്ട് പുനഃസ്ഥാപിക്കുന്നത്. നമുക്ക് നമ്മുടെ ചർച്ച കുറച്ചൊന്ന് വഴിതെറ്റിയതുകൊണ്ട് നമുക്ക് നേരത്തെ പറഞ്ഞ ഒരു പോയിന്റിലേക്ക് തിരിച്ചു വരാം. നമ്മൾ ബി ജെ പിയുടെ വ്യാപനത്തെക്കുറിച്ചാണ് പറഞ്ഞു വന്നത്. അതിൽ ഞാൻ ചോദിച്ചൊരു സംശയം, SNDPയുടെയും NSSൻ്റെയും 2 ലീഡർഷിപ്പ് അവിടെ നിൽക്കുന്നത് ഏതെങ്കിലും തരത്തിൽ ബി ജെ പിയുടെ ഒരു ഗ്രോത്തിനെ ഹിൻഡർ ചെയ്തിട്ടുണ്ടോ, തടസ്സപ്പെടുത്തില്ല? ബി ജെ പിയുടെ വളർച്ചയ്ക്ക് NSSും SNDPയുടെ നേതൃത്വം ഒരുപക്ഷെ 2015 മുമ്പുള്ള കാലഘട്ടത്തിൽ, അതായത് നരേന്ദ്രമോദി യുഗം തുടങ്ങുന്നതിന് മുമ്പുള്ള കാലഘട്ടത്തിൽ ഒരു പരിധിവരെ ബ്ലോക്ക് ചെയ്തിരുന്നു എന്നുള്ളതാണ്. കാരണം SNDPയും NSSും തികച്ചും അന്യമായിട്ട് ബി ജെ പി ഒരു തരത്തിൽ അടുപ്പിക്കാത്തൊരു സാഹചര്യം ഉണ്ടായി. അപ്പം 2015 BDJSൻ്റെ രൂപം കൊടുക്കുകയും അങ്ങനെ ബി ജെ പിയും SNDPയും യോഗം, അത് ബി ജെ പി വളരെയധികം ഗുണം ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ 2015 16 നടന്ന ലോക്കൽ ബോഡിയിൽ നിയമസഭയിലും ആദ്യമായിട്ടാണ് ആലപ്പുഴയിലെ മണ്ഡലങ്ങളിൽ, കോട്ടയം ജില്ലയിൽ, ഇടുക്കി ജില്ലയിലെ മണ്ഡലം എല്ലാം തന്നെ ബി ജെ പി 15,000 മുകളിൽ 20,000 വോട്ട്. അന്ന് നമ്മൾ കോട്ടയം മണ്ഡലത്തിലെ ഏറ്റുമാനൂർ തുടങ്ങിയ കായംകുളം തുടങ്ങിയ എല്ലാ മണ്ഡലങ്ങളിലും BDJSൻ്റെ SNDPയുമായിട്ടുള്ള സഹകരണം ബി ജെ പി സഹായിച്ചിട്ടുണ്ട്. NSSനെ സംബന്ധിച്ച് NSSന് നായർ സമുദായം നമ്മുടെ മൊത്തം ഹിന്ദു ജനസംഖ്യയിൽ ഏതാണ്ട് 11-12% മൊത്തം കേരളത്തിലെ ജനസംഖ്യയിൽ എടുക്കുമ്പോൾ. ഹിന്ദുക്കളുടെ 20-21% നായരുള്ളൂ. ഈഴവ സമുദായം അങ്ങനെയല്ല, ഏതാണ്ട് അതിൻ്റെ ഇരട്ടിയോളം വരും. NSS എല്ലാ കാലഘട്ടം നേതൃത്വം ബി ജെ പിക്ക് എതിരാണ്. പക്ഷേ നായർ സമുദായത്തിൽ ബി ജെ പിക്ക് ലഭിക്കാവുന്ന മാക്സിമം സപ്പോർട്ട് ലഭിച്ചു കഴിഞ്ഞു എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. കാരണം എൻ്റെ നിരീക്ഷണത്തിൽ നിന്ന് NSSലെ നായർ സമുദായത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള തരത്തിൽ കിട്ടാവുന്നുള്ള സപ്പോർട്ട് ബി ജെ പിക്ക് മാക്സിമം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും നമ്മൾ നോക്കിക്കഴിയുമ്പോഴും നമുക്ക് മനസ്സിലാവും. പല മണ്ഡലങ്ങളിലും നായർ സമുദായത്തിന് ഡോമിനൻസ് ഉള്ള മണ്ഡലങ്ങൾ. പക്ഷേ കേരളത്തിലെ ബഹുഭൂരിപക്ഷം ഹിന്ദു ഭൂരിപക്ഷ ജില്ലകളിൽ തിരുവനന്തപുരത്ത് മാത്രമാണ് നായർ പ്രസൻസ് കൂടുതലുള്ളത്. പക്ഷേ കൂടുതലും ഹിന്ദുക്കളിൽ 78% പേര് പിന്നോക്കക്കാരാണ് കേരളത്തിൽ. അപ്പോൾ കേരളത്തിലൊരു പാർട്ടി വളരണമെങ്കിൽ ഈ 78% പിന്നോക്കക്കാരുടെ പിന്തുണ ഉണ്ടാവണം. CPM നിലനിൽക്കുന്നത് 78% പിന്നോക്കക്കാരുടെ അടിത്തറയിലാണ്. ബി ജെ പി അതിലേക്ക് വലിയൊരു കടന്നുകയറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ തലശ്ശേരി മണ്ഡലത്തിൽ പോലും, തലശ്ശേരി നിയമസഭാ മണ്ഡലത്തിൽ പോലും ബി ജെ പിയുടെ വോട്ട് ഷെയർ വർദ്ധിച്ചിട്ടുണ്ട്. ധർമ്മടം പഞ്ചായത്തിൽ 3 BJP കൗൺസിലർ, 3-2 BJP മെമ്പർമാരുണ്ട് ഇപ്പോൾ. അപ്പോൾ കണ്ണൂരിലെ നമ്മൾ നോക്കുമ്പോൾ വോട്ട് ശതമാനത്തിൽ അവിടെയും വർധനവ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ബി ജെ പി കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഏറ്റവും പുറകിൽ വന്ന 2 ജില്ലകൾ മലപ്പുറവും എറണാകുളവുമാണ്. എറണാകുളത്ത് 6.1%, മലപ്പുറത്ത് ഏതാണ്ട് 6.9% വന്നുള്ളൂ. പക്ഷേ മറ്റ് മേഖലയിലേക്ക് ബി ജെ പി കടന്നു വരുന്നുണ്ട്. എറണാകുളത്ത് പിന്നോക്കം പോയത് എന്തുകൊണ്ടാണെന്നാണ്? എറണാകുളത്തിൽ ജനസംഖ്യാപരമായിട്ട് ഹിന്ദു ജനസംഖ്യ ന്യൂനപക്ഷമാണ്. എറണാകുളത്ത് നോക്കുമ്പോൾ 46-47% വരിക. സംഘടനാപരമായിട്ടുമൊക്കെ തന്നെ ഈ മേഖലയിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഭിന്നബിലിറ്റി, ബി ജെ പിക്ക് ഭിന്നബിലിറ്റി വന്ന സ്ഥലങ്ങളിലാണ് കൂടുതൽ ആളുകൾ വോട്ട് ചെയ്തിട്ടുള്ളത്. അതായത് ഏതെങ്കിലും മണ്ഡലത്തിൽ ബി ജെ പിക്ക് മുന്നോട്ട് വരുമ്പോൾ, എറണാകുളം ജില്ലയിൽ ബി ജെ പിക്ക് അങ്ങനെ സാധ്യതയുള്ള ഒരു പ്രധാന മണ്ഡലം തൃപ്പൂണിത്തുറയാണ്. പക്ഷേ തൃപ്പൂണിത്തുറയുടെ നിയമസഭാ മണ്ഡലം എടുക്കുമ്പോഴേ അത്രയും ശക്തിയില്ല ബി ജെ പിക്ക്.
അതുകൊണ്ട് 30,000-ഓളം വോട്ട് ലോക്കൽ ബോഡി ഇലക്ഷനിൽ അത്രയേ കിട്ടുള്ളൂ. പക്ഷേ മുനിസിപ്പാലിറ്റിയിൽ BJP കടന്നു കയറിയിട്ടുണ്ട്. പക്ഷേ ചുറ്റുമുള്ള പഞ്ചായത്തിൽ ആ തരത്തിലേക്ക് വന്നിട്ടില്ല. ഇപ്പം നമ്മൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണക്കുകൾ നോക്കുമ്പോഴും BJPക്ക് അവിടെ വലിയൊരു, അതായത് 19-20% വോട്ടിനപ്പുറം തൃപ്പൂണിത്തുറയിൽ BJP കിട്ടിയിട്ടില്ല. അതായത് തുറവൂർ വിശംബരൻ സാർ നിന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ വോട്ട് ലഭിക്കുന്നത്. കഴിഞ്ഞ തവണ അല്പം കുറയുകയാണ് ചെയ്തത്. അപ്പോൾ ആ തരത്തിൽ എറണാകുളം ജില്ലയിൽ BJPക്ക് വിന്നബിളായിട്ടുള്ള സീറ്റൊന്നും തന്നെ കാര്യമായി. ഇൻ ഷോർട്ട്, ഇപ്പോഴും ഹിന്ദു കമ്മ്യൂണിറ്റി സ്ട്രോങ് ആയിട്ടുള്ള ഏരിയാസിൽ, ആ സ്ഥലങ്ങളിൽ മാത്രമാണ് BJP ഒരു ഗ്രോത്ത് ഉണ്ടായത്. BJP നിലവിൽ BJPയുടെ ശക്തി ഉണ്ടാകുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള 8 ജില്ലകളിലാണ് പ്രധാനമായിട്ടും. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട, അതുപോലെ കോട്ടയത്ത് മോശമല്ലായിരുന്നു. പിന്നെ നമ്മൾ ജില്ല പൊതുവെ പറയുമ്പോഴേ തൃശ്ശൂരും അതുപോലെ പാലക്കാടും ഈ ജില്ലകളിൽ ആണ്. അതിൽ കണ്ണൂർ ജില്ലയിലാണ് BJP കുറച്ച് പിന്നിലേക്ക് വരുന്നത്. കാരണം അവിടെ ഇടതുപക്ഷത്തിൻ്റെ ഡോമിനൻസ് ഉള്ളതുകൊണ്ട്. മറ്റൊന്ന് കാസർഗോഡ് ജില്ലയിലെ 2 മണ്ഡലങ്ങളിൽ മഞ്ചേശ്വരവും കാസർഗോഡും BJP 87 മുതൽ BJP 2ാം സ്ഥാനത്താണ് എല്ലാ തിരഞ്ഞെടുപ്പിലും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് 8 ജില്ലകളിൽ തന്നെ 88 സീറ്റുള്ള 8 ജില്ലകളിൽ BJPയുടെ ഗ്രോത്ത് വളരെ വലുതാണ്. അതിൽ തന്നെ കഴിഞ്ഞ ത്രിതല പഞ്ചായത്തിൽ തിരുവനന്തപുരത്ത് 25.6ആണ്, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, തൃശ്ശൂർ 21% കിട്ടി, പാലക്കാട് 19%. ഈ ജില്ലകളിൽ BJPക്ക് 20% മുകളിൽ വോട്ട് ലഭിച്ചു. കാസർഗോഡ് 19%, കണ്ണൂർ 12% വോട്ട് ലഭിച്ചു. ഞാൻ ഈ വിജയ ശതമാനത്തിലേക്ക് വരാം. അതിന് മുന്നേ ചോദിക്കട്ടെ, എന്തുകൊണ്ടാണ് ക്രിസ്ത്യൻ മൈനോറിറ്റീസിനിടയ്ക്ക്, ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾക്കിടയ്ക്ക് ഇൻറോഡ്സ് ഉണ്ടാക്കാനായിട്ട് BJPക്ക് ഇപ്പോഴും പൂർണ്ണമായും സാധിക്കാത്തത്? കേരളത്തിലെ BJPയുടെ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും സഭയെ കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു. അത് വിജയം നേടിയിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷേ ക്രിസ്ത്യൻ സമൂഹത്തിലെ വലിയൊരു ശതമാനം BJPയെ സ്വീകരിക്കാൻ തയ്യാറായവരുണ്ട്. അത് BJP വിന്നബിളായി വന്നാൽ, വിന്നബിളാണ് എന്നുള്ള ഒരു പൊളിറ്റിക്കൽ സിറ്റുവേഷനിലേക്ക് എമർജ് ചെയ്താൽ, അല്ലെങ്കിൽ BJPയുമായിട്ട് ഏതെങ്കിലും കേരള കോൺഗ്രസ്സുകളോ അതുപോലെയുള്ള പാർട്ടികളോ ലയിക്കണം. പക്ഷേ ഇവിടെ എടുത്തു പറയുന്നത് കേരള കോൺഗ്രസ് വളരെ ഒരു ഡിക്ലൈനിങ് സ്റ്റേജിലാണ്. ഇപ്പം ജോസഫ് ഗ്രൂപ്പ് കഴിഞ്ഞ തവണ 2 സീറ്റാണ്, 1-2 സീറ്റോ 3 സീറ്റോ പറഞ്ഞാൽ വരില്ല. മാണി ഗ്രൂപ്പാണ് മറ്റൊരു ഇതുള്ളത്. ക്രിസ്ത്യൻ പാർട്ടികൾ പോലും കേരളത്തിൽ ദുർബലമാകുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കാണുന്ന ഒറ്റയാൻ പാർട്ടികൾ പലതും കാണാതെ പോകും, ചിലപ്പോഴേ ഈ തെരഞ്ഞെടുപ്പിൽ ഇല്ലാതെ പോകും. വീണ്ടും കേരളം ഒരു പുതിയ ദേശീയ പാർട്ടികളുടേതായ ഒരു സ്റ്റേറ്റിലേക്ക് വരാൻ സാധ്യതയുണ്ട്. ക്രിസ്ത്യൻ സമൂഹം താമസിയാതെ BJPയുമായിട്ട് കൂടുതൽ അടുക്കാനാണ് സാധ്യത.